ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ 24 ന്യൂസിൽ ഒരു വാർത്ത കാണാനിടയായി. ബംഗാൾ നാഷണൽ പാർക്കിലേക്ക് 2 സിംഹങ്ങളെ മാറ്റി പാർപ്പിച്ചു. അതിലൊരു സിംഹത്തിൻ്റെ പേര്, ആൺസിംഹത്തിൻ്റെ പേര് അക്ബർ എന്നും പെൺസിംഹത്തിൻ്റെ പേര് സീത എന്നുമാണ്. ഇത് ചില ആൾക്കാരെ ചൊടിപ്പിച്ചു എന്നതാണ് വാർത്ത. അതായത് അക്ബർ എന്ന ആൺസിംഹത്തിനോടൊപ്പം സീത എന്ന പെൺസിംഹം താമസിപ്പിക്കരുത്, ഒരുമിച്ച് അവരെ ഇടരുത് എന്നുള്ളതാണ് ഹിന്ദു സംഘടനകളുടെ ആവശ്യം. ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? പലപ്പോഴും ചിന്തിച്ചു പോകുന്ന വിഷയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, ഏത് യുഗത്തിലാണ്, ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. 2 മൃഗങ്ങളാണ്. അവയ്ക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല, അല്ലേ? കാട്ടിലാണെങ്കിൽ അവരുടെ ജാതി ഏതാണ്, നിറം ഏതാണ്, വർണ്ണം ഏതാണ്, വർഗം ഏതാണ് എന്ന് തരംതിരിച്ചിട്ടാണോ അവർ ഇണയെ തിരഞ്ഞെടുക്കുന്നത്? ഈ പറയുന്ന ആൺസിംഹത്തിന് ഒരു ജാതി, പെൺസിംഹത്തിന് വേറൊരു ജാതി അല്ലെങ്കിൽ മതം ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്നത് തന്നെയാണ്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. അവയ്ക്ക് തൻ്റെ ഇണയെ കണ്ടെത്താൻ ജാതിയോ മതമോ ഒന്നുമല്ല വിഷയം, അല്ലേ? തനിക്ക് ചേർന്ന ഇണയെ അവ സ്വയം കണ്ടെത്തുക ചെയ്യുന്നു. പക്ഷേ മനുഷ്യർക്കിടയിൽ ജാതി, മതം, വർണ്ണം, വർഗം, സാമ്പത്തികം എല്ലാം നോക്കിയിട്ടാണ് തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ മനുഷ്യരാക്കി തീർക്കുകയാണ്. അവയ്ക്ക് സ്വയം അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും ഒരു കൂട്ടിൽ പിടിച്ച് അടച്ചിട്ട് നിഷേധിക്കുക. കാട്ടിൽ വിഹരിച്ചുകൊണ്ടിരുന്ന സിംഹത്തിനെ കൂട്ടിലടച്ചത് പോട്ടെ, അത് കൂടാതെ കൂടെ കഴിയുന്ന ഇണയെ സീത എന്ന പേരുള്ളത് കൊണ്ട് മാത്രം അതിനെ ഒരുമിച്ച് പാർപ്പിക്കരുത് എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഹർജി കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ഈ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ എന്താണ് പറയേണ്ടത്? ഇനി നാളെ ഇവർ എന്താ പറയുക? അക്ബർ ബീഫ് കഴിക്കട്ടെ, സീത പുല്ല് തിന്നട്ടെ എന്ന് പറയൂ? സിംഹങ്ങളാണ്, മാംസബുക്കുകളാണ്. അവർക്ക് ഭക്ഷണം മാംസാഹാരമാണ്, അല്ലേ? പുല്ലല്ല. മാനോ ഒക്കെ കഴിക്കുന്നത് പോലെ, പശുവൊക്കെ കഴിക്കുന്ന പോലെ പുല്ല് കഴിച്ച് ജീവിക്കുന്ന ജീവികളല്ല സിംഹങ്ങൾ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കൊടുക്കുന്നത് മാംസാഹാരമാണ്. അപ്പൊ സീത എന്ന പേരിട്ടത് കൊണ്ട് സീത ഇനി മേലിൽ മാംസം കഴിക്കാൻ പാടില്ല, അക്ബർ മാംസം കഴിച്ചോട്ടെ, സീതയ്ക്ക് പുല്ല് കൊടുത്താൽ മതി എന്നൊരു ഹർജി കൂടി ഇവർ കൊടുക്കുമോ? ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും വിവരദോഷികളായിട്ടുള്ള ആളുകളാണ്. സീത എന്ന് പറഞ്ഞാല് ശ്രീരാമന്റെ ഭാര്യ സീതാദേവി, ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീത എന്ന പേരിട്ട ഒരു യുവതിക്ക് മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാൻ പാടില്ല, മാംസാഹാരം കഴിക്കാൻ പാടില്ല, ശ്രീരാമൻ എന്ന് പേരുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുകൂടി പറഞ്ഞാലോ? സീത എന്ന് പേരുള്ള എത്രയോ സ്ത്രീകളുണ്ട്, അല്ലെ? അന്യമതസ്ഥരെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, മാംസാഹാരം കഴിക്കുന്ന സീതമാരുണ്ട്. പക്ഷെ അവരൊന്നും ഇനി മേലിൽ സീതാദേവിയാണ്, ഞങ്ങളുടെ സീതാ സങ്കല്പം സീതാദേവിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാംസാഹാരം കഴിക്കാൻ പാടില്ല, നിങ്ങൾ അന്യമതസ്ഥരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമം കൂടി ഇവർ കൊണ്ടുവരുമോ? അതാണ് ഇനി അറിയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മൃഗങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആ 2 മൃഗങ്ങളും പറഞ്ഞിട്ടില്ല. ആൺസിംഹം പറഞ്ഞിട്ടില്ല എനിക്ക് അക്ബർ എന്ന് പേരിടുന്നത്, പെൺസിംഹം പറഞ്ഞിട്ടില്ല എനിക്ക് സീത എന്ന് പേരിടുന്നത്. ആരോ എപ്പോഴോ ഇട്ട പേര്. ആൺസിംഹത്തിന് 7 വയസ്സും പെൺസിംഹത്തിന് 6 വയസ്സും ആയി എന്നാ പറയുന്നത്. അപ്പൊ ഇന്നും ഇന്നലെ ഇട്ട പേരായിരിക്കില്ല അത്, അല്ലെ? അതിന് 1 വയസ്സാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനെ കയ്യിൽ കിട്ടിയപ്പെട്ട പേരായിരിക്കും. 2നെയും കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതാണ് പ്രശ്നമായത്, പേരിട്ടതിലല്ല പ്രശ്നം. ഈ 2നെയും കൂടി ഒരു സ്ഥലത്ത് ഇട്ടപ്പോ അവിടെ ഒരു ലവ് ജിഹാദിന് സാധ്യത കാണുന്ന ചില ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യനെയും ജീവിക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇനി മൃഗങ്ങളെയും കൂടി ജീവിക്കാൻ സമ്മതിക്കാതിരിക്കും. അതാണ് ഇവരുടെയൊക്കെ ആവശ്യം. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യുന്നതിലൂടെ പാഴാക്കി കളയുന്നത്. നമ്മുടെ നാടിന് എന്തെല്ലാം അത്യാവശ്യമായിട്ടുള്ള സംഗതികളുണ്ട്, അതിനൊന്നും ഹർജി കൊടുക്കാതെ, അതിനൊന്നും കേസ് കൊടുക്കാതെ ഇത്രയും നിസ്സാരമായിട്ടുള്ള മൃഗങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കുകയും അതിന് പുറകെ നടക്കുകയും അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തിലെ അന്തഛിദ്രം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. അല്ലാതെ മൃഗത്തിനോടുള്ള സ്നേഹം കൊണ്ടോ മൃഗത്തിന്റെ ജാതിയോ മതമോ നിർണയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ലല്ലോ.
അവറ്റോള് പറഞ്ഞോ ഞങ്ങൾക്ക് ഇങ്ങനെ പേരിട്, ഞങ്ങൾ ഇന്ന ജാതിയിൽ ജീവിക്കുന്നു, ഇന്ന മതത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ആരോ ചെയ്തു. ശരി, സമ്മതിച്ചു. ഒരു പേരിൽ എന്തിരിക്കുന്നു? അവറ്റോള് സിംഹമാണ്. സിംഹം എന്ന വർഗത്തിൽപ്പെടുന്ന മൃഗങ്ങളാണ് അല്ലേ? അല്ലാതെ അവ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആയി മാറുന്നില്ല. പക്ഷെ അത് ചിന്തിക്കാതെയാണ് ഈ വിഡ്ഢികളായിട്ടുള്ള കുറെ ആളുകൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് പറയാനാണ്?